Welcome to the Nurse YouTube channel. Now, our second video is Esic Nursing Tutor exam. Second video is message Esic age limit Esic exam. 2019 last Esic exam. Our exam age limit 37. This is permanent and temporary. Temporary exam is age limit. But permanent Esic exam is Esic exam Esic age limit. അപ്പോൾ ഞാൻ പലരും ഇപ്പൊ PDF ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം താല്പര്യമുണ്ട് പക്ഷേ ഏജ് ലിമിറ്റ് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്തില്ലെങ്കിലും ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ PDF കിട്ടും. അല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജോയിൻ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ PDF ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ESIC നഴ്സിംഗ് ട്യൂട്ടർ അതുപോലെ ഇനി വരുന്ന എക്സാം 2022 ഡിസംബർ വരെയുള്ള ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഇമ്പോർട്ടന്റ് PDF നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കും. ഓക്കെ, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്തായാലും 2022 കുറെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം വരുന്നുണ്ട്, DSSP ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് തുടങ്ങാം. In what position should the nurse place a client recovering from general anesthesia? Options: general blood, high Fowler, side lying, supine. അപ്പോൾ ജനറൽ അനസ്തേഷ്യ അതായത് GA കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആക്കി പേഷ്യൻസിനെ സർജറി ചെയ്യുന്നു. ആ ഒരു GAയിൽ പേഷ്യന്റ് റിക്കവർ ചെയ്ത് വരുമ്പോൾ ഏത് പൊസിഷനാണ് നേഴ്സ് കിടത്തേണ്ടതെന്നാണ്. ഓപ്ഷൻസ്: ജനറൽ ബർഗ്, ഹൈ ഫൗളർ, സൈഡ് ലൈയിങ്, സുപ്പൈൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം സൈഡ് ലൈയിങ് പൊസിഷൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സൈഡ് ലൈയിങ് പൊസിഷൻ. ഓക്കെ, സൈഡ് ലൈയിങ് പൊസിഷൻ ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. പേഷ്യന്റ് ജനറൽ അനസ്തേഷ്യയിൽ നിന്ന് റിക്കവർ ആയി വരികയാണ്. സോ നമ്മൾ സൈഡ് ലൈയിങ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ESIC ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതേ ക്വസ്റ്റ്യൻസ് എടുത്ത് 2019 ക്വസ്റ്റ്യൻസ് അതേപോലെ എടുത്തിരിക്കുകയാണ്. സൈഡ് ലൈൻ പൊസിഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ടേൺ ഇൻ ദ ക്ലൈന്റ് ടു ദ സൈഡ് പ്രൊമോട്ട്സ് ഡ്രെയിനേജ് ഓഫ് സെക്രീഷൻസ് ആൻഡ് പ്രിവെന്റ് ആസ്പിറേഷൻസ്. നമുക്കറിയാം ആ ഒരു ഡ്രെയിനേജ് പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ ആസ്പിറേഷൻസ് തടയുന്നു. അത് രണ്ടും നമുക്ക് ഈ ഒരു സൈഡ് ലൈൻ പൊസിഷനിൽ പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പേഷ്യന്റിന് ആ ഒരു സെക്രീഷൻസ് പോകാൻ സഹായിക്കുന്നു. എസ്പെഷ്യലി വരുന്ന ഗാഗ് റിഫ്ലക്സ് നമുക്കറിയാം, അത് നമ്മുടെ ഒരു സ്വാളോവിംഗ് റിഫ്ലക്സ് ആണ്. ആ ഒരു റിഫ്ലക്സ് ആബ്സെന്റ് ആയ ഇൻടാക്ട് ആയി വരുന്നതിന് മുന്നേ നമുക്ക് എപ്പോഴും സൈഡ് ലൈൻ പൊസിഷനിലാണ് കിടത്തേണ്ടത്. എസ്പെഷ്യലി ആഫ്റ്റർ ECT കഴിഞ്ഞാൽ പേഷ്യന്റിനെ സൈഡ് ലൈൻ പൊസിഷനിൽ കിടത്താറുണ്ട്. കാരണം സെക്രീഷൻസ് ധാരാളം വരുന്നുണ്ട്, സലൈവ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ECT കഴിഞ്ഞ പേഷ്യൻസിനും സൈഡ് ലൈൻ പൊസിഷനാണ് കിടത്താറുള്ളത്. സോ ദിസ് പൊസിഷൻ also brings the tongue forward, preventing it from occluding the airway when it is in the relaxed state. ഇപ്പോൾ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ടങ് ഒക്ലൂഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ സൈഡ് ലൈൻ പൊസിഷൻ ആകുമ്പോഴോ ടങ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ ഒരു ഒക്ലൂഷൻ തടയുന്നു. അപ്പൊ എയർവേ കംപ്രസ് ആകാതിരിക്കുന്നു. ഓക്കെ, ഇനി ട്രെൻഡൽ ബർഗ് പൊസിഷൻ ഈസ് ടൈപ്പിക്കലി യൂസ്ഡ് ഫോർ ലോവർ അബ്ഡോമിനൽ സർജറീസ് ഇൻക്ലൂഡിംഗ് കോളറക്ടൽ, ഗൈനക്കോളജിക്കൽ ആൻഡ് ജെനിറ്റോ യൂറിനറി പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെഡ് താഴോട്ട് വരുന്ന രീതിയിൽ ട്രെൻഡൽ ബർഗ് പൊസിഷൻ നമ്മൾ സാധാരണ അബ്ഡോമിനൽ സർജറി, കോളറക്ടൽ സർജറി, ഗൈനക്കോളജിക്കൽ സർജറി, ജെനിറ്റോ യൂറിനറി പ്രൊസീജിയേഴ്സ്, അപ്പൊ ഇങ്ങനെയുള്ള സർജറിക്കൊക്കെ നമ്മൾ ട്രെൻഡൽ ബർഗ് പൊസിഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു പിക്ചറിന്റെ സഹായത്തോടെ നോക്കാം. So tender position, the patient is placed in the supine position while the OR bed is modified to head down tilt of 35 to 45 degrees, resulting in the head being lower than the pelvis. Pelvisനേക്കാളും താഴെ ഹെഡ് വരണം. ഹെഡ് താഴോട്ട് 35 to 45 ഡിഗ്രി താഴോട്ട് വരുന്ന പൊസിഷൻ ആണ്. Arms are in a comfortable position either at the side or on bilateral arms. Arm board ഉണ്ടാവും. ഓട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ആം ബോർഡിലായിരിക്കും കൈ വെക്കുന്നത്. The foot of the OR bed is lowered to a desired angle. Advantages to increase the venous return after spinal anesthesia. സ്പൈനൽ അനസ്തേഷ്യക്ക് ശേഷം വീനസ് റിട്ടേൺ വേണ്ടി കൂടുന്നു. അതുപോലെ to increase central venous volume to prevent air embolism, facilitate central cannulation to minimize aspiration during regurgitation. അപ്പൊ ഹെഡ് താഴോട്ട്, ഹെഡ് ഡൗൺ ആണ് ട്രെൻഡൽ ബർഗ് പൊസിഷൻ. ഓക്കെ, നമുക്കിനി
സോ ഫൗളേഴ്സ് പൊസിഷൻ റിവേഴ്സ് ടെൻഡർബർഗ് പൊസിഷൻ ഉണ്ട്. റിവേഴ്സ് ടെൻഡർബർഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഹെഡ് അപ്പ് ആയിരിക്കും. ഹെഡ് അപ്പ് ആണ് റിവേഴ്സ് ടെൻഡർബർഗ് പൊസിഷൻ. നമ്മൾ സാധാരണ ഈ ചില ഡിസെക്ഷൻ പ്രൊസീജിയർ അബ്ഡോമിനൽ സർജറീസിന് തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഗോൾ ബ്ലാഡർ ഡിസെക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സർജറിക്ക് ഗോൾ ബ്ലാഡർ സർജറിക്ക് നമ്മൾ റിവേഴ്സ് ടെൻഡർബർഗ് പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. Fowler's position is a standard position used in a nursing to promote oxygenation to allow for maximum chest expansion without the effects of gravity. അപ്പൊ മാക്സിമം എയർ എക്സ്പാൻഷൻ കൊടുത്തിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു, അതിന് പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, എക്സസീവ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ചെസ്റ്റ് എക്സ്പാൻഷന് വേണ്ടി നമ്മൾ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കാറുണ്ട്. 90 ഡിഗ്രി ഹെഡ് എലിവേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ലോ ഫൗളേഴ്സ് പൊസിഷന്റെയും ഹൈ ഫൗളേഴ്സ് പൊസിഷന്റെയും ഒക്കെ ആ ഒരു ഡിഗ്രി ഓഫ് പൊസിഷൻ നമ്മൾ നോക്കണം. ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ദ പേഷ്യന്റ് ഈസ് യൂഷ്വലി സീറ്റഡ് അപ്രൈറ്റ് വിത്ത് ദെയർ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കും. അതുപോലെ ലോ ഫൗളേഴ്സ് ഹെഡ് ഓഫ് ദ ബെഡ് ഈസ് റൈസ്ഡ് 15 to 30 ഡിഗ്രി. 15 to 30 ഡിഗ്രിയാണ് ലോ ഫൗളേഴ്സ്. സെമി ഫൗളേഴ്സ് 35 to 45 ഡിഗ്രി. സ്റ്റാൻഡേർഡ് ഫൗളേഴ്സ് ദാറ്റ് മീൻസ് 45 to 60 ഡിഗ്രിയാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം സ്റ്റാൻഡേർഡ് ഫൗളേഴ്സ് പൊസിഷന്റെ ഡിഗ്രി എത്രയാണ്? 45 to 60 ഡിഗ്രിയാണ്. ഹൈ അല്ലെങ്കിൽ ഫുൾ ഫൗളേഴ്സ് പൊസിഷൻ 90 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിക്കൻ ബോക്സ് ഫസ്റ്റ് റാഷസ് അപ്പിയർ ഓൺ ഓപ്ഷൻസ് ഫേസ്, ട്രങ്ക്, ഇയർ, ഹാൻഡ്സ്. ചിക്കൻ ബോക്സിൽ ഫസ്റ്റ് റാഷസ് കാണുന്നത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ട്രങ്കിലാണ്. ട്രങ്കിലാണ് ചിക്കൻ ബോക്സിൽ ഫസ്റ്റ് റാഷസ് കാണുന്നത്. ആൻസർ ട്രങ്ക്. ട്രങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ പാർട്ട് ഓഫ് ദ ബോഡിയാണ്. നമ്മുടെ ഈ ഒരു ഭാഗം ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, ബാക്ക് ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഭാഗമാണ് ടോർസോ എന്നും പറയുന്നുണ്ട്. ടോർസോ അല്ലെങ്കിൽ ട്രങ്കിലാണ് ഫസ്റ്റ് ആയിട്ട് ചിക്കൻ ബോക്സിന്റെ റാഷസ് കാണുന്നത്. പ്ലിയോമോർഫിസം മീൻസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ റാഷ് ഇൻ ദ ചിക്കൻ ബോക്സ് ഈസ് ഇറ്റ്സ് പ്ലിയോമോർഫിസം. That is, all the stages of the rash may be seen simultaneously at one time in the same area. ഇപ്പൊ എല്ലാ റാഷും ഇപ്പൊ പസ്റ്റ്യൂൾസ്, അതുപോലെ വെസിക്കിൾസ്, അങ്ങനെയുള്ള ആ ഒരു ക്രസ്റ്റ്, ഇതെല്ലാം കൂടെ പല രീതിയിലുള്ള റാഷസ് ഉണ്ട്, നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കാണുന്നതാണ് പ്ലിയോമോർഫിസം. അത് കാണുന്നത് ചിക്കൻ ബോക്സിലാണ്. ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് ഫോർ വെരിസെല്ല ഈസ് 14 to 16 days. വെരിസെല്ല സോസ്റ്റർ വൈറസ് ഇറ്റ് ക്യാൻ കോസ് ഇച്ചി ബ്ലിസ്റ്റർ ലൈക്ക് റാഷ്. ബ്ലിസ്റ്റർ ലൈക്ക് റാഷ് ആയിരിക്കും. അതായത് ഒരു വെസിക്കിൾ ബ്ലിസ്റ്റർ ആയൊരു കൊമളച്ച് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെരിസില്ല സോസ്റ്റർ ആണ് പോസിറ്റീവ് ഓർഗാനിസം. വൈറൽ ഡിസീസ് ആണ് ചിക്കൻ ബോക്സ്. ഡ്യൂ ഡ്രോപ്പ് ലൈക്ക് ലീഷൻ സീൻ ഇൻ ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഡ്യൂ ഡ്രോപ്സ് ലൈക്ക് ലീഷൻ. ചിക്കൻ ബോക്സിലാണ് കാണുന്നത്. ഈസ് കൺട്രോൾ വിത്ത് സ്ട്രിക്റ്റ് ഐസൊലേഷൻ. സ്ട്രിക്റ്റ് ഐസൊലേഷൻ ടെക്നിക്ക് വേണം. കോംപ്ലിക്കേഷൻസ് ഓഫ് ചിക്കൻ ബോക്സ് ഈസ് റൈസ് സിൻഡ്രം. കോംപ്ലിക്കേഷൻ ഏതാണ്? ചിക്കൻ ബോക്സിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് റൈസ് സിൻഡ്രം, ഓൾസോ കോൾഡ് റൈ ജോൺസൺ സിൻഡ്രം. റൈ ജോൺസൺ സിൻഡ്രം എന്നും പറയുന്നത് റൈസ് സിൻഡ്രം തന്നെയാണ്. എ റയർ ബട്ട് സീരിയസ് കണ്ടീഷൻ ദാറ്റ് കോസസ് സ്വെല്ലിംഗ് ഇൻ ദ ലിവർ ആൻഡ് ബ്രെയിൻ. റൈസ് സിൻഡ്രത്തിൽ എന്താണ്? സ്വെല്ലിംഗ് ആണ് കാണുന്നത്. ചിക്കൻ ബോക്സിന്റെ കോംപ്ലിക്കേഷൻ ആണ് സ്വെല്ലിംഗ് ഇൻ ദ ലിവർ ആൻഡ് ബ്രെയിൻ. ബ്രെയിനിലും ലിവറിലും കാണുന്ന സ്വെല്ലിംഗ് ആണ് റൈസ് സിൻഡ്രം. മോസ്റ്റ് ഓഫൺ അഫക്ട്സ് ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സ് റിക്കവറിംഗ് ഫ്രം വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള റിക്കവർ ചെയ്യുന്ന ടീനേജേഴ്സിലാണ് കാണുന്നത്. കോമൺലി ദ ഫ്ലൂ ഓർ ചിക്കൻ ബോക്സ്. ഫ്ലൂ ചിക്കൻ ബോക്സും വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് റൈസ് സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ദ ലിവിംഗ് ലിഗേച്ചർ ഓഫ് ദ യൂട്രസ്? ഏതിനാണ് ലിവിംഗ് ലിഗേച്ചർ ഓഫ് ദ യൂട്രസ് എന്ന് പറയുന്നത്? പ്രീവിയസ് ESIC ക്വസ്റ്റ്യൻ. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം, നൺ ഓഫ് ദ എബോവ്. സോ ലിവിംഗ് ലിഗേച്ചർ ഓഫ് ദ യൂട്രസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മയോമെട്രിയം. മയോമെട്രിയം ഈസ് ദ ലിവിംഗ് ലിഗേച്ചർ ഓഫ് ദ യൂട്രസ്. മയോമെട്രിയം. ഓക്കെ, മയോമെട്രിയം. That is the middle layer. You know that uterus there are 3 layers: perimetrium, myometrium, endometrium. Myometrium is the middle and thickest layer of the uterus and is composed of smooth involuntary muscle. Smooth involuntary muscle ആണ് മയോമെട്രിയത്തിലുള്ളത്. Myometrium has 3 layers. മയോമെട്രിയം തന്നെ 3 ലെയർ ഉണ്ട്. ഔട്ടർ മെയ്ഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ സ്മൂത്ത് മസിൽ. അപ്പൊ ഔട്ടർ ലെയർ ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ സ്മൂത്ത് മസിൽസിലാണ് ഔട്ടർ ലെയർ. പിക്ചറിന്റെ സഹായത്തോടെ നമുക്ക് പഠിക്കാം. ഔട്ടർ ലെയർ ലോഞ്ചിറ്റ്യൂഡൽ ഫൈബേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കീറി വെച്ചത് യൂട്രസ് ആണ്. യൂട്രസ് ജസ്റ്റ് കീറുമ്പോൾ ഏറ്റവും പുറത്തായിട്ട് ഔട്ടർ ലെയർ കാണുന്നത് ലോഞ്ചിറ്റ്യൂഡൽ ഫൈബേഴ്സ് ആണ്.
Middle layer, figure 8 fibers. Middle layer of the myometry ആണ് figure 8 fibers. Middle from crisscrossing muscle fibers act as living ligature during involution of uterus and prevent blood loss. Inner layer, that is circular fibers. Inner layer, circular fibers. Endometrium is the inner layer that lines the uterus. Is made up of glandular cells that make secretions. അപ്പോൾ inner layer endometry ആണ്. എൻഡോമെട്രിയത്തിലാണ് ഗ്ലാൻഡുലാർ സെൽസ് ഉള്ളത്. ഗ്ലാൻഡുലാർ സെൽസ് ആണ് സെക്രീഷൻസ് ഉണ്ടാക്കുന്നത്. മയോമെട്രിയം ഈസ് ദ മിഡിൽ ആൻഡ് തിക്കസ്റ്റ് ലെയർ ഓഫ് ദ യൂട്രൽ വാൾ. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് മോസ്റ്റ്ലി സ്മൂത്ത് മസിൽ. മയോമെട്രിയം ഉള്ളത് സ്മൂത്ത് മസിൽ കൊണ്ടാണ്, മിഡിൽ ലെയർ ആണ്. പെരിമെട്രിയം ഈസ് ദ ഔട്ടർ സെറസ് ലെയർ. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പെരിമെട്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സൈൻ ആൻഡ് സിംറ്റംസ് ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഇൻക്ലൂഡ് ദ ഫോളോവിംഗ് എക്സെപ്റ്റ്. Options: sudden severe pain in the eye, a curtain falling across the field of vision, light flashes in the visual field, floaters in the field of vision. ഇത് 4 ഓപ്ഷനിൽ ഏതാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിൽ വരാത്തത്? എക്സെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം, എക്സെപ്റ്റ് ആണ്. കറക്റ്റ് ആൻസർ സഡൻ സിവിയർ പെയിൻ ഇൻ ദ ഐ. സിവിയർ പെയിൻ ഒരിക്കലും റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിൽ കാണത്തില്ല, പക്ഷെ ബാക്കി 3 ഓപ്ഷനും റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിൽ കാണുന്നതാണ്. സഡൻ സിവിയർ പെയിൻ ആണ് എക്സെപ്റ്റ് വരുന്നത്. റെറ്റിനൽ റാഷണൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നതാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഈസ് ആൻ എമർജൻസി വെൻ പാർട്ട് ഓഫ് ദ ഐ ദ റെറ്റിന പുൾസ് അവേ ഫ്രം സപ്പോർട്ടീവ് ടിഷ്യൂ. എന്തെങ്കിലും ട്രോമ കൊണ്ടോ ഒക്കെ ഉണ്ടാകാം. കണ്ണിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് കൂടുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. റെറ്റിന പുൾസ് അവേ ഫ്രം സപ്പോർട്ടീവ് ടിഷ്യൂ, ദാറ്റ് ഈസ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. എന്തൊക്കെയാണ് സിംറ്റംസ് ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്? That sudden appearance of many floaters. Eye floaters are dots or specks in a person's visions that seems to float away. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിലായിട്ട് സ്പോട്ടുകൾ പോലെ ഇങ്ങനെ വരും, കളറായിട്ടുള്ള ഇങ്ങനെ കളർ കുത്ത് കോമ പോലെ ഇങ്ങനെ കാണുന്നു. ദാറ്റ് ഈസ് ഫ്ലോട്ടേഴ്സ്. അത് കൂടുതൽ കാണുന്നത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിലാണ്. അതുപോലെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഇൻ വൺ ഓർ ബോത്ത് ഐസ്, ഫോട്ടോപ്സിയ, ദാറ്റ് ഈസ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, ഫോട്ടോപ്സിയ. ബ്ലേഡ് വിഷൻ ഗ്രാജുവലി റെഡ്യൂസ്ഡ് സൈഡ് പെരിഫറൽ വിഷൻ, സൈഡിലുള്ള പെരിഫറൽ ആയിട്ടുള്ള വിഷൻ കുറയുന്നു. അതുപോലെ കർട്ടൻ ലൈക്ക് ഷാഡോ ഓവർ യുവർ വിഷൻ ഫീൽഡ്. ഒരു കർട്ടൻ ഇട്ട പോലെയുള്ള ഒരു ഷാഡോ, ഒരു നിഴല് കാണുന്നത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് എക്സസ് ഫ്ലൂയിഡ് വോളിയം റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ ആസ് മാനിഫെസ്റ്റഡ് ബൈ ലോവർ എക്സ്ട്രിമിറ്റി എഡിമ, സ്വെല്ലിംഗ്. ദ എത്തിയോളജി ഓഫ് ദ പ്രോബ്ലം ഈസ് ഓപ്ഷൻസ്: ഇഡിയോപ്പതിക്, എഡിമ, എക്സസ് ഫ്ലൂയിഡ് വോളിയം, ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ. ഇവരൊരു നമ്മളൊരു നേഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതുന്നതാണ്. നേഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. എക്സസ് ഫ്ലൂയിഡ് വോളിയം റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ മാനിഫെസ്റ്റഡ് ബൈ. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫൈൻഡിങ്സ് ആണ് ലോവർ എക്സ്ട്രിമിറ്റി എഡിമ. നമുക്ക് അറിയുന്നത് കാണുന്നത് എഡിമ കാണുന്നുണ്ട്, സ്വെല്ലിംഗ് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോബ്ലം എന്താണ്? എത്തിയോളജി, കോസ് എന്താണ്? ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ. ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ ആണ് ഇവിടുത്തെ കോസ്. ആ വീനസ് റിട്ടേൺ കുറയുന്നത് കൊണ്ടാണ് അവിടെ എഡിമ വരുന്നത്. ഓക്കെ, സോ ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ ആണ്. ജസ്റ്റ് ഞാനൊന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. വോളണ്ടറി റിജക്ഷൻ ഓഫ് അൺആക്സെപ്റ്റബിൾ തോട്ട്സ് ഓർ ഫീലിംഗ്സ് ഫ്രം കോൺഷ്യസ് അവയർനെസ് ഈസ് കോൾഡ്. ഓപ്ഷൻ: സപ്രഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, സിംബോളൈസേഷൻ. സോ വോളണ്ടറി റിജക്ഷൻ ഓഫ് അൺആക്സെപ്റ്റബിൾ തോട്ട്സ് ഓർ ഫീലിംഗ്സ് ഫ്രം കോൺഷ്യസ് അവയർനെസ്. അപ്പൊ നമുക്ക് വോളണ്ടറി ആയിട്ട് തോന്നും, നമുക്ക് തന്നെ തോന്നുകയാണ്. ഇൻവോളണ്ടറി അല്ല, വോളണ്ടറി, നമ്മൾക്ക് തോന്നുന്ന കാര്യമാണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുകയാണ്. അൺആക്സെപ്റ്റബിൾ തോട്ട്സിനെ നമ്മൾ കോൺഷ്യസ് അവയർനെസ്സിൽ നിന്ന് നമ്മൾ മറക്കുകയാണ്, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സപ്രഷൻ. Suppression is the conscious process of pushing unwanted anxiety provoking thoughts, memories, emotions, fantasies and desires out of awareness. അപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി, അത് ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന വളരെ മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, സെക്ഷൽ അസോൾട്ട് ഒക്കെ വന്നിട്ടുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടി മനഃപൂർവ്വം ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോവാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A patient may refuse to consider his difficulties by saying that he does not want to talk about it. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇപ്പം മനഃപൂർവ്വം മറന്നു കളയുകയാണ് പേഷ്യന്റ്. ദാറ്റ് ഈസ് സപ്രഷൻ. സപ്രഷനും സബ്ലിമേഷനും സബ്സ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ക്വസ്റ്റിന് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് സബ്ലിമേഷൻ.
So unacceptable desires, unacceptable drives are consciously diverted into socially acceptable channel. അതായത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ ഡൈവേർട്ട് ചെയ്യാണ് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സൺ ഹു ഹാസ് സെക്ഷലി അഗ്രസീവ് ഇമ്പൾസസ് ബിക്കമിങ് ആൻ ആർട്ടിസ്റ്റ്. വളരെ സെക്ഷലി അഗ്രസീവ് ആണ്, അദ്ദേഹം ആർട്ടിസ്റ്റായി. അതുപോലെ വളരെ ഒരു മസിൽമാന്, അദ്ദേഹം ഒരു സോൾജിയറായി, അങ്ങനെയും പറയാം. Next one, substitution, replacing the desired unattainable goal with one that is attainable. A woman who failed nursing university exam 3 times worked as a nurse aide in hospital. അതായത് അൺഅറ്റൈൻ ചെയ്യാൻ കഴിയാത്ത ഗോള് അറ്റൈനബിൾ ആക്കി മാറ്റുകയാണ്. ഒരു 3 പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാം എഴുതി കിട്ടാത്ത നേഴ്സ് എയ്ഡ് ആയിട്ട് മാറി. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Next question, the term MRSA in bacteriology stands for options: multi-drug resistant Staphylococcus aureus, methicillin resistant Staphylococcus aureus, methicillin resistant Staphylococcus aureus, methicillin reactive Staphylococcus aureus. ഇപ്പൊ MRSA പോസിറ്റീവ് ആകാറുണ്ട്. നമ്മൾ പലരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ, കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോഴൊക്കെ MRSA പോസിറ്റീവ് ആകാറുണ്ട്. നമ്മൾ പലരും പോസിറ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം ആണ് മെത്തിസിലിൻ റെസിസ്റ്റന്റ് Staphylococcus aureus. Methicillin resistant Staphylococcus aureus. That is a full form of MRSA. Methicillin resistant Staphylococcus aureus is a group of gram-positive bacteria. Group of gram-positive bacteria ആണ് methicillin MRSA. Methicillin resistant Staphylococcus aureus caused by Staphylococcus aureus bacteria. Origin first around 1960. Hospitals entered wider community in 1990s, where it came to be known as community associated MRSA. Dramatic rise of disease in the community reported in recent years. The problem, bacteria has evolved to survive common antibiotics. അത് കോമൺ ആന്റിബയോട്ടിക്സിനെ അത് സർവൈവ് ചെയ്യുന്നു. അതായത് പെനിസിലിൻ, ഓക്സാസിലിൻ, മെത്താസിലിൻ, അമോക്സിസിലിൻ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്നും എഫക്ട് വരാതിരിക്കുന്നു. അതാണ് റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. Generally harmless ആണ് MRSA, healthy individual harmless ആണ്. Next question and last questions in this video. The dimension of health concerned with the proper biological functioning is called options: physical dimension, mental dimension, spiritual dimension, social dimension. അപ്പൊ ഈ ഡയമെൻഷൻ ഓഫ് ഹെൽത്ത് വരുന്നുണ്ട്. അതിനകത്ത് പ്രോപ്പർ ബയോളജിക്കൽ ഫംഗ്ഷനിൽ വരുന്നതാണ് ഫിസിക്കൽ ഡയമെൻഷൻ. So dimension of health വരുന്നതാണ്. There are 5 dimensions of health: physical, mental, emotional, spiritual and social. Intellectual ഒന്നും പറയാറുണ്ട്. ഇന്റലക്ച്വലൂടെ വരുമ്പോൾ 6 ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 5 or 6 ഫങ്ഷൻസ്. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ. ഇന്റലക്ച്വൽ ഫംഗ്ഷൻ തന്നെ വരുന്നതാണ്, മെന്റൽ ഫംഗ്ഷന് വരുന്നതാണ് ഇന്റലക്ച്വൽ. അപ്പൊ ഒന്നെങ്കിൽ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ മെന്റൽ ഫംഗ്ഷൻ. ഇമോഷണൽ ഫംഗ്ഷൻ വരുന്നതാണ് കെയർ ഓഫ് ഇമോഷണൽ ക്രൈസിസ്, സ്ട്രെസ് മാനേജ്മെന്റ്. സോഷ്യൽ ഡയമെൻഷനിൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി, ഫാമിലി, ഫ്രണ്ട്സ്. ഫിസിക്കൽ നമുക്കറിയാം, ഫിറ്റ്നസ്, ന്യൂട്രീഷൻ, മെഡിക്കൽ, സെൽഫ് കെയർ, ഇതൊക്കെ. സ്പിരിച്വൽ മീൻസ് ലവ്, ഹോപ്പ്, ചാരിറ്റി, പർപ്പസ്. ഇന്റലക്ച്വൽ മീൻസ് എഡ്യൂക്കേഷണൽ, അച്ചീവ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്. സോ ഇന്ന് നമ്മൾ പ്രീവിയസ് ESIC 8 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ചില ദിവസങ്ങൾ അങ്ങോട്ട് വരുന്ന ദിവസങ്ങളൊക്കെ 10 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ESIC മോഡൽ ക്വസ്റ്റ്യൻസ്, നഴ്സിംഗ് ട്യൂട്ടർ മോഡൽ ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള സിലബസ് ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളുടെ വീഡിയോ ക്ലാസ്സുകളിൽ ഉണ്ടാവും. എക്സാമുകൾ ഏതെങ്കിലും എക്സാമുകൾ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം, സെൻട്രൽ ഗവൺമെന്റ് എക്സാം. താങ്ക് യു.